കണ്ടില്ലേ കൂട്ടുകാരെ, ഞാൻ ഇപ്രാവശ്യം കപ്പ നടുന്നൊരു വെറൈറ്റി മോഡലിലാട്ടോ. ഈ രീതിയിൽ കപ്പ നട്ടാൽ ഇരട്ടി വിളവാ കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് മോതിരവള ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നടുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ പോയി കാണാം കേട്ടോ. എന്നാ വീതി പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, സാധാരണ പറയും പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ നോക്കണം കേട്ടോ. ലൈക്ക് ചെയ്യലുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ മറന്നുപോയവരാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീതി ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ കപ്പ നടാൻ വയലിലാണ് നടുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടാവും മെനിയാന്ന് ഞാൻ കപ്പ വിളവെടുത്തതൊക്കെ. അന്നേരം ഞാൻ നടുന്ന സ്ഥലമാണിത്. ഈ ഭാഗത്തുണ്ടല്ലോ, ഇതുവരെ വാഴയിരുന്നു. വാഴ വെച്ചതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കാപ്പി വെച്ച്, കണ്ടോ കാപ്പി. അപ്പം ഇനി വാഴ വെക്കൂല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇനി കാപ്പിക്ക് ഇരുട്ടായി പോകും, കാപ്പി വെളിച്ചത്താവൂല. അപ്പോൾ ഇനി വാഴ നിർത്തി. അതോടുകൂടെ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒച്ച തണൽ വേണമല്ലോ, അപ്പം കപ്പയും നടാം, പിന്നെ ഞാനതിന് പച്ചക്കറി നടാന്നുള്ളത്. വീടിൻ്റെ അടുത്തല്ല, വയലും കൊണ്ട് നടന്നു വരുന്ന ദൂരേ ഉള്ളൂ, 2 മിനിറ്റ് നടന്നാൽ മതി. അപ്പം ഞാനിന്ന് കപ്പ നടാൻ വന്നതാട്ടോ. കപ്പ ഞാൻ കൂടം മാടുക എന്നൊക്കെ പറയാം ഞങ്ങളെ നാട്ടിൽ. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, അല്ല നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പം മാടിയിട്ട് ശരിക്കും കൂടം മാടേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നോക്ക്, ഇങ്ങനെ നമ്മളെ ഇതിന് വേണ്ടിയിട്ട്, ഏതിനെന്നറിയാം, കാപ്പിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ചാലാക്കി പൊക്കിയിട്ടുണ്ട്. അത് തന്നെ മതി ചെയ്യും, അത് വലിയൊരു കൂടം തന്നെ പറയുക. അപ്പം ഞാൻ അവിടെ കുറച്ച് മണ്ണാക്കി ഇട്ടിട്ട് ഞാൻ കപ്പ നടുക കേട്ടോ. ഇന്നത്തെ കപ്പയ്ക്ക് ഒരു സ്പെഷ്യൽ ഒരു വ്യത്യാസമുണ്ട്, അതുവരെ നട്ട രീതിയല്ല കേട്ടോ. വരി നമുക്ക് കാണാലോ. കപ്പ നടാൻ വയലിലേക്ക് വരുമ്പോൾ കപ്പ ഒരു ഭാഗത്ത് അതൊക്കെ കപ്പ നട്ട് വിളവെടുത്തതാ, നല്ല കമ്പ. അപ്പോൾ മെനിയാന്ന് ഞാൻ കപ്പ വിളവെടുത്ത് ഞങ്ങളെ കാണിച്ചല്ലേ, കണ്ടില്ലേ വിളവൊക്കെ കണ്ട, എല്ലാവരും ഞെട്ടി, ഞാനും ഞെട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് കപ്പ പറിച്ച് കഴിഞ്ഞാൽ പോയാൽ പറ്റില്ലല്ലോ, നമുക്ക് നടണമല്ലോ, ഇനിയും വേണ്ട കപ്പ. അത് ഞാൻ ഈ പറിക്കുന്നില്ല, ഞങ്ങളെ കപ്പ കാണിച്ചു തന്നതാ. ഇവിടുന്നാണ് ഞങ്ങൾ കുറച്ച് കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് വെട്ടിയിട്ട് ഞാൻ അപ്പുറത്ത്, ഇത് വയലിൻ്റെ ഒരു സൈഡാ, അപ്പുറത്ത് നടട്ടോ കേട്ടോ. നടുന്നതും കുഴി റെഡിയാക്കുന്നതും എങ്ങനെയാണ് കപ്പക്കമ്പ് വെക്കൽ എന്നുള്ളതൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നെപ്പോലുള്ള ലേഡീസിന് താല്പര്യം ഉണ്ടാവും, ഭയങ്കര വ്യാവസായിക അടിസ്ഥാനത്തിലുള്ളവരോടല്ല കേട്ടോ പറയുന്നത്. വീട്ടമ്മക്ക്, ഒരു പാവം വീട്ടമ്മക്ക് നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളത് കാണിച്ചു തരുന്നതാട്ടോ. അല്ലാണ്ട് ഇത് നമുക്ക് ആവശ്യത്തിൽ ഒരു മരടുന്ന് നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടാവും. വെള്ളത്തിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ, എന്നാൽ ഇഷ്ടം പോലെ കേടുവരാതെ കപ്പ നമുക്ക് തിന്നാം. കപ്പക്കമ്പ്, അപ്പുറത്തെ കപ്പക്കമ്പ് അവിടെ നിന്ന് വെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഭാഗത്തേക്ക്. അപ്പോൾ ഇത് കെട്ടിയും കൊണ്ടുവന്ന് അതാ കണ്ടോ, ഇത്രയും കപ്പക്കമ്പ് കൊണ്ടുവന്ന് അടിപൊളിയൊക്കെ ആയിട്ട് നട്ടു. ഈ കയറെന്താന്ന് വിചാരിച്ച് നിങ്ങൾ, ഈ കയറെന്താ അറിയോ, ഇതുവരെ ഇവിടെ വാഴക്കൃഷിയായിരുന്നു, ഇനി ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റിയതാണ്. ഇനി നമുക്ക് എൻ്റെ പലതരം പയറ്, അങ്ങനെ വള്ളിയുള്ള പിന്നെ പച്ചക്കറിയൊക്കെ ഞാൻ നടാൻ ഉദ്ദേശിച്ച്. എൻ്റെ കാപ്പിയുണ്ടോ, എൻ്റെ സുന്ദരികൾ, പ്രായമില്ല, ചെറുതാ. ഈ വർഷം, കഴിഞ്ഞ വർഷം നട്ടതാ. ഞാൻ ഇവിടെയാണ് കപ്പ നടാൻ പോകുന്നത്. മൊത്തത്തിലൊന്നും നമുക്ക് നടാൻ കഴിയില്ല, കുറച്ചേ നടാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങളെ കാണിച്ചു തരുന്ന, ആദ്യം തന്നെ കല്ല കിട്ടി, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ആക്കാം. പണ്ടേ നമ്മൾ പറയുന്നുണ്ടല്ലോ, പച്ചയൊക്കെ ഇത് പെട്ടോടെ കേട്ടോ, പുല്ലൊക്കെ ഇത് ധാരാളം മൂലകങ്ങൾ ഉണ്ടായിട്ട് ഒക്കെ നമ്മളെ കപ്പയ്ക്ക് കിട്ടിയുള്ളൂ. നല്ല സുഖം, നമ്മളെ പറമ്പ് പണിയെടുക്കും പോലെ അല്ല. മഴ പെയ്തിട്ട് ഇതങ്ങനെ ഇങ്ങനെ അങ്ങോട്ടാക്ക. നിങ്ങൾ ചോദിച്ചില്ലേന്ന കപ്പ പറിക്കും എന്താ കൂടെ ആളെ കൂട്ടിക്കൂടിയിരുന്നോന്നുള്ളേ, ഒരു മരടിനൊക്കെ ഇതിന് ആളെ കൂട്ടുന്നേ. ഇങ്ങനെ ഇവിടെ വേറെ പ്രശ്നം കേട്ടോ, ഞണ്ട് ശല്യമുണ്ട്. ഇനി മഴ കിട്ടണം, ഒപ്പം തന്നെ ചാറുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കിതക്കുന്നൊന്നും നോക്കണ്ട, പണിയെടുക്കലും സംസാരിച്ചിട്ടുവാ. ഒരു വളം കൊടുക്കണ്ട. എന്താ അറിയോ, ഈ വാഴയ്ക്ക് വളം ചെയ്തതാ, വീണു. എൻ്റെ ഈ ഷൂ അട്ട കേട്ടോ, ഇതേ പറ്റൂ വയലിലൊക്കെ വരുമ്പോൾ. കണ്ടോ എത്ര പെട്ടെന്നായത്. കപ്പ കമ്പ് നടാൻ പോവുക കേട്ടോ. കപ്പ കമ്പ് ഞാൻ കാണിച്ചു തന്നില്ല, എന്താ ഇത്ര വലിപ്പമുള്ള, ഇതാ മുട്ടൊന്ന് കുറച്ച് മേലെയുള്ള അത്ര വലിപ്പത്തിലുള്ള ഒരു കമ്പ് എടുക്കുക. എന്നിട്ട് കമ്പ് ഇതാ ഇവിടെ ഒരു അടയാളം കണ്ടോ, ഇവിടെ അടയാളം കണ്ടോ, ഇതിങ്ങനെ മേലെ കമ്പ് വരുന്ന അടയാളാ, മുള വരുന്ന അടയാളം. അപ്പം നമ്മൾ ഇങ്ങനെ നടാവും കേട്ടോ. ഇങ്ങനെ നട്ടാൽ കപ്പ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ നട്ടിട്ട് ഇനി ഞാൻ നടാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മൾ സാധാരണ ഇവിടെയല്ലേ നമുക്ക്
പിന്നെ കപ്പ വേര് വന്ന് വേറെ തടിച്ചിട്ടാണല്ലോ കപ്പ ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ നിറച്ചും വേര് വന്ന് കപ്പ ഉണ്ടാവും. അപ്പം ഇനി ഒരു മോഡൽ വെപ്പം എന്താ അറിയോ, ഇതിൻ്റെ കുറച്ച് മേലെയായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ തൊലി കളയുന്നുണ്ട്. തൊലി കളഞ്ഞാൽ ആ തൊലി കളയുന്ന ഭാഗത്തിൻ്റെ മേലേന്ന് വീണ്ടും വേരുകൾ വരും. അങ്ങനെ നമുക്ക് രണ്ടട്ടി കപ്പ കിട്ടും. അങ്ങനെ രണ്ടട്ടി കപ്പ കിട്ടുന്നത് ഞാൻ തൊലി കളഞ്ഞ് കാണിച്ചു തരാം. കത്തി കാണുന്നില്ല, കൊണ്ടുവന്നിരുന്നു. വയലാണ്, അതുകൊണ്ട് എടുക്കോ നോക്കട്ടെ കത്തി. അതിന് പറ്റിയ കത്തിയാട്ടോ. ഇതാ ഇങ്ങനെ അങ്ങോട്ട് പോക്കുക. വലിയ പേടിച്ച് ഇതായി ഒന്നും വേണ്ട. തൊലി മേലത്തെ കളഞ്ഞാൽ മതി. ഒരു കറ അങ്ങോട്ട് പൊട്ടിയാൽ മതി. അപ്പം ഇതിനവിടെ വേര് വരും. ഇതാ ഇങ്ങനെ ചെയ്താൽ വേണമെങ്കിൽ ഇതിന് മോതിര വലയെന്നും പേര് പറയാം. നമ്മൾ ചക്ക ഉണ്ടായില്ലെങ്കിലും പ്ലാവുമ്മൽ അടിയിൽ മോതിര വല ഇടൂലേ, അത് ഇപ്പം നല്ലോണം അടിയിൽ ചക്ക ഉണ്ടാവും. അതിൻ്റെ ഒക്കെ ഒരു പോളിസി തന്നെയാണ് തോന്നുന്നുണ്ട്. ഇതാ ഞാൻ റൗണ്ടിൽ കറക്കി, കണ്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ ഇവിടെയും വരും വേരും കപ്പയും, ഇവിടെയും വരും വേരും കപ്പയും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുണ്ടാവും. ഇതുവരെ 25, 20, 15 മേലോട്ട് എന്തായാലും കിലോ കണക്കിന് കപ്പ ഉണ്ടാവും. അത് 100-ൽ 100 ഉറപ്പുള്ള സംഗതി. കാരണം നല്ല വളമുള്ള സ്ഥലത്താണ്. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് കപ്പ നടുന്നത് ഈ പ്രാവശ്യം. ഇതിന് മുമ്പ് ഞാൻ നട്ടിരുന്നു, അന്നേരം എനിക്ക് ചാനലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ലോണം വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ 1, 2 ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് നടാൻ പോകുക കേട്ടോ. ഇതും ചെയ്തു, ഇതിനും ചെയ്തു. ഇനി നടട്ടെ കേട്ടോ. ഇവിടെ ഇതുവരെ മഴ ഇല്ലായിരുന്നു, ഇപ്പം മഴ വരുന്നുണ്ട്. വയലിൽ മഴ പെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലേ തന്നെ കവക്കട്ടോ നാട്ടിൽ പോയി വന്നതിന് ശേഷം. അങ്ങനെ ഇക്കൊല്ലത്തെ കപ്പ വിളവെടുത്തു, വിളവെടുക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് നടലും തുടങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് എപ്പോൾ ഓർമ്മിക്കണം കേട്ടോ. അത് ചാക്കിൽ നടുകയാണെങ്കിൽ ഇങ്ങനെ നല്ലതാ, എല്ലാം വിജയിക്കൂ. അപ്പോൾ നടട്ടെ, കുയ്യ് വയ്ക്കട്ടെ. നല്ല എത്രയോ ഒരടിയിലേക്ക് പോകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളിയായിട്ടുണ്ടാവട്ടെ. എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ പേര് എൻ്റെത് കണ്ട് അതുപോലെ കൃഷി എടുക്കുന്നവരാ. അവർക്കും ഉണ്ടാവട്ടെ. നിങ്ങൾക്കൊന്നും വയലൊന്നും ഇല്ലെങ്കിൽ ചാക്കിൽ മണ്ണ് നിറച്ച് മുറ്റത്തും ഇങ്ങനെ നടാട്ടോ. ഇതിൻ്റെ മേലെ നമുക്ക് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഇങ്ങനെ വെച്ചെടുക്കുക. എന്താ മണ്ണ് വെച്ചെടുക്കുക. അങ്ങനെ ഒന്ന് നട്ടു. ഇനി ഒന്നും കൂടി നട്ടുകളെ കാണിച്ചു തരാം. ബാക്കി ഞാൻ മൊത്തം കാണിച്ചു തരുള്ളൂ കേട്ടോ. അടുത്ത ഒന്നും കൂടി കാണിക്കട്ടോ. ഞാൻ പറഞ്ഞല്ലോ, 2 തട്ട് വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ആവർത്തിച്ച് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ചിലവർ നീട്ടി അങ്ങ് എടുത്താൽ കാണാതായി പോവും. അതാ സ്കിപ്പ് ചെയ്തൊക്കെ പോയാൽ എങ്ങനെ അങ്ങോട്ട് കുഴിച്ചെടുക്കുക കൈ കൊണ്ട്. എന്നിട്ട് ഇതുവരെ അടിയിലോട്ട് പോകണം. അടിയിൽ പോയിട്ട് മണ്ണ് ഇങ്ങനെ അങ്ങ് നട്ടാൽ നമുക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല. അടിപൊളിയായിട്ട് ഇങ്ങനെ വിടുന്നത് എന്തിനാ ചോദിച്ചാൽ കമ്പ് ഉണങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 എണ്ണം നട്ടു. ഇനി ബാക്കിയെല്ലാം നടട്ടെ. എല്ലാം കൂടെ കാണിച്ചാലുണ്ടല്ലോ ഇതങ്ങ് നീണ്ടു പോകും. അപ്പം ഞാൻ നട്ട് കാണിച്ചു തരാം കേട്ടോ. നട്ടിട്ട് ഇപ്പോൾ ഞാൻ പറയലുണ്ട്, ഈ വയൽ ഫുള്ള് നിങ്ങൾ കാപ്പിയാണ് നട്ടത്. കാപ്പി നട്ട് കഴിഞ്ഞാൽ അത് വയൽ മാറി വേറെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കൂല. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കാപ്പി നട്ട് 2 കൊല്ലമായി. ഫുൾ നല്ല നന്നായ കാപ്പി ഉണ്ട്, എന്നാൽ പരാജയമുണ്ട്. എല്ലാം വിജയിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ, പരാജയം ഉണ്ടാവുമല്ലോ. ഇതെല്ലാം ഉണ്ടല്ലോ ഉണങ്ങിപ്പോയി. 1, 2 ഒന്നും അല്ല, ഇത്രയും വലിപ്പമായാലും ഉണങ്ങിപ്പോകുന്നതാ. ഇവിടുന്ന് എടുത്ത് പറിച്ച് കളഞ്ഞതാ. നമുക്ക് ഇപ്പം തന്നെ അങ്ങ് പറിച്ച് കളഞ്ഞ് വേറെ വെക്കാം വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വിജയം മാത്രം നിങ്ങളെ കാണിച്ചാൽ പറ്റില്ലല്ലോ, എനിക്കുണ്ടായ പരാജയം നിങ്ങളെ കാണിക്കണമല്ലോ. ഇതൊക്കെ അത് കുഴപ്പമില്ല, അതിപ്പം വെച്ചതാ പുതിയത്. അതൊക്കെ നോക്ക്, അത്രയ്ക്കും വലിപ്പമാവുമായിരുന്നു. ഇത് ഫുള്ള് 5-6 എണ്ണം പോയി. ഒരു സങ്കടം ഉണ്ട് കേട്ടോ അതിൽ. ഞാൻ കപ്പ നടട്ടെ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സങ്കട വാർത്ത പറഞ്ഞതാ. ഇതൊന്നും നട്ടതല്ല കേട്ടോ. നല്ലൊരു തക്കാളി തൈ കണ്ടോ, പൂവിട്ട് കായ വരുന്ന്. ഇതെല്ലാം നട്ടതല്ല. എങ്ങനെ വെച്ചാൽ പക്ഷികൾ കൊണ്ടുവന്നിട്ടതായിരിക്കാം. കാരണം ഇത്രയും കാലം ഞാനിവിടെ പച്ചക്കറി നട്ടിയില്ല. ഇവിടെ തക്കാളി കാണുന്നുണ്ട്. ഞാൻ കുറച്ച് തൈ കൊണ്ടുവന്നിട്ട് അതൊന്ന് നടണം എനിക്ക്. വേറൊന്ന്, അത് വേറൊന്ന്. കുറേയൊന്നും ഇപ്പം നമ്മൾ നടൂരല്ലോ, കുറച്ചങ്ങ് നടട്ടെ. ഇത്
അങ്ങനെ 6 6 നമ്മക്കിപ്പോൾ ഒരു കപ്പ കിട്ടണമെന്ന് കൊതിയായ നമ്മളിപ്പോൾ കടയിൽ ഓടി പോയി പൈസ കൊടുത്ത് വാങ്ങി വാടിയ കപ്പ ഒക്കെ അല്ലേ. നമുക്ക് മനസ്സ് വെച്ചാൽ ഇങ്ങനെയൊക്കെ നട്ടാൽ നമ്മളെ പ്രിയപ്പെട്ട മക്കൾക്ക് നമുക്ക് നല്ല കപ്പ കൊടുത്തുകൂടെ, ഫ്രഷ് കപ്പ. എല്ലാവർക്കും ഒരു പ്രചോദനം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് വിശദമായിട്ട് പറയുന്നത് കേട്ടോ. ആണുങ്ങളൊക്കെ പണിയെടുക്കാൻ പോയിട്ട് പൈസ ഉണ്ടാക്കട്ടെ, എന്നിട്ട് മറ്റാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൃഷി, പച്ചക്കറി, കപ്പ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാവും, നമ്മൾ വിചാരിച്ചാലും ഉണ്ടാവും. ആണുങ്ങൾ മാത്രമൊന്നുമില്ല കപ്പ, നമുക്കും. നമ്മളിവിടുത്തെ നിങ്ങൾ കണ്ടില്ലേ, ഇനി അടുത്ത് ഇവിടെ ഒന്ന് എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും കപ്പ നടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെ പോലെയാണോ? കുറേ പേര് കൃഷിയെ സ്നേഹിക്കുന്നവരാണ്. കൃഷിയെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ ചാനൽ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരുമ്പോൾ അതുപോലെ ചെയ്തിട്ട് വിളവ് കിട്ടിയവർ എത്ര ആൾ താങ്ക്സ് പറയുന്നുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും കൃഷിയിലോട്ട് ഇറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. മടിച്ച് ഉച്ചൻ്റെ ശേഷം കിടന്നുറങ്ങുന്ന കുറേ ആൾക്കാരില്ല, അവരൊക്കെ ഇപ്പോൾ രംഗത്തേക്ക് വന്നു പോലും. എന്നിട്ട് അവരെന്നെ പറയും ഞാൻ കിടന്നുറങ്ങുന്ന എന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറക്കിയില്ല നിങ്ങൾ എന്നൊക്കെ പറയും. സന്തോഷം കൊണ്ടാട്ടോ. ഞാൻ ചെടിപ്രാണ് തലക്ക് പിടിച്ച ആളാണല്ലോ, അതുകൊണ്ട് പുരേന്ന് വരുമ്പോൾ ഞാൻ എന്താക്കിയെന്നറിയോ, കുറച്ച് വഴുതിനയുടെ തൈ ഉണ്ട്, ഞാൻ പ്ലാവിൻ്റെ ഇലയിൽ മുളപ്പിച്ച് ഇതാ വേരുണ്ടോ, വേര് നല്ല വഴുതിനെ. അപ്പം ഇതൊന്ന് വയലിൽ നട്ടു കൊടുക്കട്ടെ എന്ന്. തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല, അത്രക്കും വളമുള്ള സ്ഥലം. പോരാത്തതിന് വെയിൽ പേടിക്കും, ഇഷ്ടം പോലെ വെയിലുണ്ട്. പിന്നെ ഞാൻ എന്താ എടുത്തത് അറിയോ, ക്യാബേജിൻ്റെ തൈ. ഇതാ വേരുണ്ടോ, ഞാൻ വേര് പിടിപ്പിച്ച് ഞാൻ ഇപ്പം നിങ്ങളോട് പറയലില്ലേ. അപ്പം അതൊന്ന് നടട്ടോ കേട്ടോ, നമുക്കൊന്ന് പരീക്ഷിക്കാലോ ഇവിടത്തോ പുരയത്തോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇത് തക്കാളി തൈയാണ്, അത് എടുക്കാൻ പറ്റൂല, അത് മണ്ണിൽ കട്ട പിടിച്ചിരിക്കുക. ഞാൻ ഇതൊന്ന് നടട്ടെ കേട്ടോ, ഇവിടെ അങ്ങ് നടാ വിചാരിച്ച, ഇവിടെ തക്കാളി അങ്ങ് നടാ വിചാരിച്ച്. ഒന്ന് മണ്ണ് പൊടിക്കണം. കപ്പ ഇവിടെ ഇല്ല, കപ്പ അപ്പറും ഇപ്പറും ഒക്കെ ഉള്ളത്, അതുകൊണ്ട് ഇവിടെ കുറച്ച് ഒഴിവുണ്ടാവും. കപ്പ ആളായാൽ പിന്നെ തണൽ മരം പോലെയാ, അങ്ങോട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് ഞാനിനി അടുത്തത് ആദ്യം തന്നെ നടുന്നത് വേരോട് കൂടിയുള്ള എൻ്റെ വഴുതിന കേട്ടോ. വഴുതിന നല്ല വേരുവാ, ഇത് പ്ലാവിൻ്റെ ഇല, അതുകൊണ്ട് വേര് പോവൂല, ഇങ്ങനെ തന്നെ ബിസ്മില്ലാഹ് ഇങ്ങനെ അങ്ങ് നട്ടുകൊടുത്ത്. ഞണ്ട് മുറിക്കുന്ന ഒരു അസുഖം ഉണ്ട് ഇവിടെ, ഒരു ശല്യം ഉണ്ട്. നമ്മളൊരു ഇടപഴകലുണ്ടാവും, നമ്മൾ കാപ്പീൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഇതൊക്കെ നട്ടാൽ എപ്പം വരുമല്ലോ. ഇനി അടുത്ത് ഫുള്ള് കാണിക്കുമ്പോൾ സമയം ഒരുപാടാവും. ഇതൊക്കെ വാഴ നട്ട സ്ഥലമാണ്. ഇവിടെ ഞാൻ നടുന്ന് കാബേജാ, ഒരു കാബേജ് നട്ടട്ടെ. ഒരു പരീക്ഷണം, അതൊക്കെ ആദ്യമായിട്ടാ. ഇതുവരെ ഞാൻ പോരൻ്റെ ചുറ്റു വീനു. ഇവിടെ ചേമ്പാണോ? ആ അത് താള. ബിസ്മില്ലാഹ്. ഇവിടെ എന്ത് ചുറ്റുള്ളതൊക്കെ നന്നാക്കണം ഒരു പണി എടുക്കുമ്പോൾ. ഇവിടുത്തെ മണ്ണില്ലേ, ഇങ്ങനെ വാരി പിഴിഞ്ഞ വെള്ളുറ്റു അത്രക്കുക. തക്കാളി 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 കാണിക്കാണ്ടെന്ന് ഇങ്ങനെയും എൻ്റെ തക്കാളി എന്താ ഉഷാറായി വരുന്നുണ്ട്. നട്ട് കഴിഞ്ഞു, കൊണ്ടുവന്നൊക്കെ നട്ട് വിജയിച്ചിന് കേട്ടോ. കാരണം മഴ കിട്ടിയില്ല, വെയിലില്ല, അതുകൊണ്ട് കിതപ്പുണ്ട്. ഇവിടെ നമുക്ക് ധൈര്യം ഒരു പച്ചക്കറി നടാം. വേനലായാലും തോട് കണ്ടോ, ഇതൊരു കുയ്യങ്ങ് കുഴിക്കും ഞാൻ, എന്നിട്ട്
കോരിയെടുക്കും. ഇന്നിപ്പം നനക്കുന്നില്ല. ഇന്ന് തന്നെ മഴ കുറച്ച് നേരത്തെ പെയ്തു. പിന്നെ നല്ല നനവുവാ. അങ്ങനെ ഇന്നത്തെ നെയ്യത്തും വെച്ച് വന്നതെല്ലാം വിജയിച്ചിട്ടുണ്ട്. കപ്പ വിചാരിച്ച് നട്ടു, പച്ചക്കറി നട്ടു, എല്ലാം വിജയിച്ചു. കാലാവസ്ഥ അനുയോജ്യം. ഇപ്പം കുറച്ച് നേരിയ വെയിൽ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. എല്ലാം അസ്സലാമു അലൈക്കും.